Hi, Ghoshayatra by Kunchan Nambiar from Readings on Kerala. Well, friends, here is a brief intro. Kunchan Nambiar is a very popular Malayalam poet. വളരെ ജനകീയനായ ഒരു മലയാള കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. He is one among the triumvirate of the great ancient Malayalam poets. The other two being എഴുത്തച്ഛൻ and ചെറുശ്ശേരി. കുഞ്ചൻ നമ്പ്യാർ മലയാളത്തിലെ പ്രാചീന കവിത്രയങ്ങളിൽ ഒരാളാണ്. മറ്റു രണ്ടാളുകൾ ചെറുശ്ശേരിയും എഴുത്തച്ഛനും. A great satirist, Nambiar is also the inventor of the performing art of ഓട്ടൻതുള്ളൽ. ആക്ഷേപഹാസ്യ സാമ്രാട്ടായിരുന്ന കുഞ്ചൻ നമ്പ്യാർ ഓട്ടൻതുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവുമായിരുന്നു. ഘോഷയാത്ര ഈസ് ആൻ ഈവന്റ് ഫ്രം വനപർവം ഓഫ് മഹാഭാരത. അതായത് മഹാഭാരതത്തിലെ വനപർവത്തിൽ നിന്നുള്ള ഒരു സംഭവമാണ് ഈ ഘോഷയാത്ര. ഘോഷ ഇൻ സാൻസ്ക്രിറ്റ് മീൻസ് എ പാസ്ചർ where cattle, especially cows and their herders, live together. ഈ ഘോഷയാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഘോഷയാത്രയല്ല. പിന്നെയോ ഘോഷം എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞാൽ ഈ പഴയ വനത്തിനകത്ത് പശുക്കളെ മേയിച്ച് കുടില് കെട്ടി പശുപാലകർ താമസിച്ചു വന്നിരുന്ന നല്ല പച്ച പുൽമേടുകളാണ് ഘോഷം. സോ ഘോഷയാത്ര മീൻസ് എ ജേർണി, എ യാത്ര ടു എ ഘോഷ. അപ്പോ ഘോഷയാത്ര എന്ന് പറഞ്ഞാൽ ഘോഷം, അതായത് ഈ പുൽമേടുകളിലേക്കുള്ള ഒരു യാത്ര എന്നർത്ഥം. ദി എപ്പിസോഡ് tells us how Duryodhana, the wicked Kaurava king, becomes unhappy when he hears the news that Pandavas are living happily with the blessings of sages and gods in the forest. ചൂതുകളിയിൽ തോറ്റ് സർവവും, അതായത് രാജ്യം, കിരീടം എല്ലാം നഷ്ടപ്പെട്ട് 14 വർഷം വനവാസത്തിന് പോകാൻ നിർബന്ധിതരായ പാണ്ഡവന്മാർ, അവർ ദ്വൈത വനത്തിനകത്ത് നമ്മുടെ മുനിമാരും ദൈവങ്ങളും ഒക്കെ ഒത്ത് നല്ല അടിച്ചു പൊളിച്ച് കഴിയുകയാണ് എന്ന വാർത്ത കേട്ടപ്പോൾ കൗരവ രാജാവായ ദുര്യോധനനുണ്ടായ ഞെട്ടലും നിരാശയുമാണ് ഈ ചെറിയ 27 വരി മാത്രമുള്ള കവിതാഭാഗത്തുള്ളത്. Well, friends, this is a brief intro. Let us take a look at the essay question first. Now, here's the question. Discuss how Kunchan Nambiar uses the poem Ghoshayatra to enlighten the audience, or comment on how the exchange between the messenger and the king becomes humorous as well as entertaining. അതായത് ഒന്നാമത്തെ ചോദ്യം, കുഞ്ചൻ നമ്പ്യാരുടെ ഘോഷയാത്ര എന്ന കവിതാഭാഗം കാണികൾക്ക്, അതായത് വായനക്കാർക്ക് പുതിയ അറിവ് പകരുന്നത് എങ്ങനെയെന്ന് വിശദമാക്കാമോ? ഇതാണ് ചോദ്യം. രണ്ടാമത് മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ദുര്യോധന രാജാവും ദൂതനും തമ്മിലുള്ള സംഭാഷണം എങ്ങനെയാണ് ഫലിതരസ പ്രധാനവും ആനന്ദകരവുമാവുന്നത് എന്ന് ഒന്ന് വിശദമാക്കാമോ? ഇതാണ് ചോദ്യം. Now friends, take a look at paragraph number 1. Kunchan Nambiar is a very popular Malayalam poet. His poems, though simple, are full of humor and wisdom. വളരെ ജനകീയനായ ഒരു മലയാളം കവിയാണ് കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ. അദ്ദേഹത്തിന്റെ കവിതകൾ പ്രത്യക്ഷത്തിൽ വളരെ ലളിതമെങ്കിലും ധാരാളം ഫലിതം നിറഞ്ഞതും വിജ്ഞാനപ്രദവുമാണ്. ഘോഷയാത്ര entertains and enlightens the audience. നമ്മുടെ ഈ ഘോഷയാത്ര എന്ന കവിതാ ശകലം കാണികളെ രസിപ്പിക്കുകയും അവർക്ക് അറിവ് പകരുന്നതുമാണ്. It teaches them the importance of being virtuous to be happy. ജീവിതത്തിൽ നന്മയുള്ളവനെ സന്തോഷമുള്ളൂ എന്ന പാഠമാണ് ഈ കവിതയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. Well, this is paragraph number 1. Now take a look at paragraph number 2. In a gamble, Pandavas lose a bet to Kauravas. ചൂതുകളിയിൽ പാണ്ഡവന്മാർ കൗരവരോട് തോൽക്കുന്നു. Hence, they are sent into exile for 14 years. അങ്ങനെ രാജ്യവും കിരീടവും എല്ലാം നഷ്ടപ്പെട്ട് 14 വർഷം വനവാസത്തിലാണ് പഞ്ചപാണ്ഡവന്മാർ. അറിയാമല്ലോ, യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ, ഇവരാണ് 5 സഹോദരന്മാർ, പഞ്ചപാണ്ഡവന്മാർ. ദുര്യോധന, the Kaurava king, is curious to know about their life in exile. ഇതിനിടയിൽ ദുഷ്ടനും നീചനുമായ കൗരവ രാജാവായ ദുര്യോധനന്റെ മനസ്സിൽ ഒരു ദുഷ്ടവിചാരം. എന്താ അത്? പാണ്ഡവരുടെ വനവാസം എങ്ങനെയുണ്ട് എന്നൊന്നറിയണം. പട്ടിണി കിടന്ന് നന്നായി കഷ്ടപ്പെടുന്നുണ്ടാവണം. അതറിഞ്ഞ് ഒന്ന് നന്നായിട്ട് ആസ്വദിക്കാനാണ്. He is a wicked man, fond of doing vicious things. ദുഷ്ടപ്രവർത്തികൾക്ക് പേരുകേട്ടയാളാണല്ലോ നീചനായ നമ്മുടെ ദുര്യോധന മഹാരാജാവ്.
he sends a messenger to gather information and report. ഒരു ദൂതനോട് ദുര്യോധന മഹാരാജാവ് കൽപ്പിക്കുന്നു, പോയി നോക്കിയിട്ട് വാടാ എന്ന്. He hopes that the messenger will come back and report about the miserable condition of the Pandavas. അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് ദൂതൻ ഇപ്പോൾ തിരിച്ചു വന്നിട്ട് വനത്തിൽ കഴിയുന്ന പാണ്ഡവരുടെ കഷ്ടപ്പാടും ദുരിതവും നല്ല സുന്ദരമായി വർണ്ണിച്ച് കേൾപ്പിക്കുമെന്നാണ്. Well, this is paragraph number 2. Now take a look at paragraph number 3. The messenger, on the other hand, tells Duryodhana that Pandavas are happy in Dvaita Vanam. നേരെ മറിച്ച് നമ്മുടെ ദൂതൻ കാട്ടിൽ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതാണ്. പാണ്ഡവർ ദ്വൈതവനത്തിൽ നല്ല അടിച്ചു പൊളിച്ച് കഴിയുകയാണ്. ഇത് അദ്ദേഹം നമ്മുടെ ദുര്യോധന മഹാരാജാവിനോട് പറയുന്നു. ദുര്യോധന ബിക്കംസ് വെരി അൺഹാപ്പി. ഓ, വിഷമവും നിരാശയും ആർക്ക്? ദുര്യോധനന്. The messenger further says that Pandavas have the blessings of sages and gods. തന്നെയുമല്ല, പാണ്ഡവർക്ക് മുനിമാരുടെയും ദൈവങ്ങളുടെയും ഒക്കെ അനുഗ്രഹാശിസുകളും ഉണ്ടെന്ന് ഈ ദൂതൻ ദുര്യോധനോട് പറയുന്നു. ദുര്യോധന ബിക്കംസ് ഫ്യൂറിയസ്. നമ്മുടെ ദുര്യോധനൻ കാലിതുള്ളി വിറച്ചു. He rebukes the messenger for giving a report in favor of Pandavas. മഹാരാജാവ് ദൂതനോട് പറഞ്ഞു, പോടാ അവിടുന്ന്, ഇത് പറയാനാണോ ഞാൻ നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടത്? പറഞ്ഞ പണി ചെയ്താൽ മതി കേട്ടോ. He yells at him to go and join the Pandavas. പൊയ്ക്കോടാ, നീ പോയി അവന്മാരോടൊപ്പം വല്ല കാട്ടിലെങ്ങാനും കഴിഞ്ഞോളൂ, വല്ല കപ്പയും കിഴങ്ങുമൊക്കെ കഴിച്ച് അവിടെ തന്നെ കിടന്നാൽ മതി. He further shouts that enemies are better than friends who are kind towards the enemies. ദുര്യോധനൻ പറയുന്നു, ഇങ്ങനെ ശത്രുക്കളെ പ്രശംസിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന സുഹൃത്തുക്കളെക്കാളും ബന്ധുക്കളെക്കാളും നല്ലത് ശത്രുക്കൾ തന്നെയാണ്. Well, this is paragraph number 3. Now paragraph number 4, the last paragraph. The poem is full of wit and humor. ഈ കവിത മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഫലിതവും വിജ്ഞാനവുമാണ്. It teaches the audience, the readers, great moral lessons. വായനക്കാരെ അത് നല്ല ജീവിത ഗുണപാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. The story tells that virtue leads to happiness, whereas vice lands us in misery and despair. ഈ കവിതയുടെ ഗുണപാഠം എന്നത് നന്മയുടെ പ്രതിഫലം സന്തോഷം, തിന്മയുടേതോ കഷ്ടതയും കഷ്ടപ്പാടും നിരാശയും ദുഃഖവും. The poem also throws light on the cultural and social scenario of Kerala of those days. അക്കാലത്തെ കേരളത്തിലെ സാംസ്കാരിക സാമൂഹ്യ മണ്ഡലങ്ങളിലേക്കും ഈ കവിത വെളിച്ചം വീശുന്നുണ്ട്. ദുര്യോധന stands for a local king of Kerala with an army of Nayar soldiers who are anything but valiant. ദുര്യോധനനെ നമുക്ക് നാട്ടുരാജാവായിട്ട് എടുക്കാം. ഒപ്പം കൂടെയുള്ള ക്ഷത്രിയരായ യോദ്ധാക്കൾക്ക് പട്ടാളക്കാർക്ക് വേണ്ട യുദ്ധവീര്യമൊന്നും ഇല്ലെന്നേ ഉള്ളൂ. The soldiers spend time with their wives and lays around. പട്ടാളക്കാരുടെ പ്രധാന വിനോദം ഊണും ഉറക്കവും ഭാര്യമാരോടൊത്ത് സമയം ചെലവഴിക്കലും. The poem entertains as well as enlightens the audience. അങ്ങനെ ഈ കവിത വായനക്കാരെ രസിപ്പിക്കുകയും അവർക്ക് വിജ്ഞാനം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. Well, friends, this is the end of the essay. Now, take a look at the short answer questions. Question number 1. Who, according to the messenger, are blessed for life? നമ്മുടെ ദൂതൻ പറയുന്നതനുസരിച്ച് ജീവിതത്തിൽ അനുഗ്രഹീതരായിട്ടുള്ളവർ ആരാണ്? Now, look at the answer. Those who are adorned with the blessings of the gurus are blessed for life, according to the messenger. അതായത് ജീവിതത്തിൽ ഗുരുശ്രേഷ്ഠന്മാരുടെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ആളുകളാണ് യഥാർത്ഥ അനുഗ്രഹീതർ. Well, this is the answer. Now take a look at short answer question number 2. What is the refuge of the Pandavas? പഞ്ചപാണ്ഡവന്മാർ വനവാസകാലത്ത് എവിടെയാണ് കഴിഞ്ഞത്? ഇതാണ് ചോദ്യം. Now here is the answer. The refuge of the Pandavas is Dvaita Vanam, where they dwell with gentle and kind sages. അതായത് മുനിമാരോടൊത്ത് ദ്വൈത വനത്തിലാണ് പഞ്ചപാണ്ഡവന്മാർ കഴിഞ്ഞത്. ഇതാണ് ഉത്തരം. Now friends, short answer question number 3. What is the figure of speech in the line of the benevolent foe of Inferno? ചോദ്യം, ഈ ഭാഷാപ്രയോഗത്തിലെ അലങ്കാരം എന്ത്? Well, here is the answer. When two words having opposite meanings come one after another, the figure of speech is
oxymoron. Here, benevolent means kind and foe means enemy. Enemy and kindness do not match. അതായത് വിപരീത അർത്ഥമുള്ള രണ്ട് വാക്കുകൾ ഒന്നിച്ചു വരുമ്പോൾ അലങ്കാരം ഓക്സിമോറൻ. ബിനെവലന്റ് എന്നാൽ ദയാനിധി, ഫോ എന്ന് പറഞ്ഞാൽ ശത്രു. ശത്രുവിന് സാധാരണഗതിയിൽ ദയുണ്ടാവില്ലല്ലോ. ഇത് കാരണമാണ് അലങ്കാരം ഓക്സിമോറൻ. Now, what is Duryodhana's allegation against the messenger? അതായത് ദൂതന്റെ മേലുള്ള ദുര്യോധനന്റെ ആരോപണം എന്താണ്? ഇതാണ് ചോദ്യം. Duryodhana's allegation against the messenger is that although the messenger eats Duryodhana's food, he sides with his enemies Pandavas. തന്റെ ചോറ് തിന്നുകൊണ്ട് തന്റെ ശത്രുവായ പാണ്ഡവന്മാരോട് പക്ഷം പിടിക്കുന്നു നമ്മുടെ ദൂതൻ. The messenger speaks about the virtues of the Pandavas and the vices of Duryodhana. ആ ദൂതൻ പാണ്ഡവരുടെ നന്മകളെപ്പറ്റി പാടി പുകഴ്ത്തുന്നു. ഒപ്പം ദുര്യോധനന്റെ ദുഷ്ടത്തരം മൂലം അദ്ദേഹത്തെ ഇകഴ്ത്തിയും സംസാരിക്കുന്നു. Well, this is the answer. Now take a look at the last short answer question. Question number 5. What is Duryodhana's opinion regarding allies and foes? ശത്രുക്കളെയും മിത്രങ്ങളെയും പറ്റി ദുര്യോധനന്റെ അഭിപ്രായം എന്താണ്? ഇതാണ് ചോദ്യം. Duryodhana says that enemies are better than the friends who are generous and helpful to the enemies. അതായത് ശത്രുപക്ഷത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളെക്കാൾ നല്ലത് ശത്രുക്കൾ തന്നെ. ഇതാണ് ദുര്യോധനന്റെ അഭിപ്രായം. Well friends, these are the short answer questions. Now take a look at the paragraph questions. Question number 1. Describe the context of the poem Ghoshayathra. ഈ ഘോഷയാത്ര എന്ന കവിതയുടെ സന്ദർഭം ഒന്ന് വിവരിക്കാമോ? ഇതാണ് ചോദ്യം. Well, take a look at the answer. Ghoshayatra is an event from the Vanaparvam of Mahabharata. അതായത് മഹാഭാരതത്തിലെ വനപർവ്വത്തിൽ നിന്നുള്ള ഒരു കഥയാണിത്. ദുര്യോധന wants to wage a war against the Pandavas to avenge an insult. അപമാനിക്കപ്പെട്ടതിന് പകരം ചോദിക്കാൻ, പാണ്ഡവരോട് യുദ്ധം ചെയ്യാൻ കൗരവ രാജാവായ ദുര്യോധനൻ തയ്യാറെടുക്കുന്നു. But Shakuni warns him that he will lose the war to Arjuna and Bhima. പക്ഷേ ശകുനി മാമൻ പറയുന്നു, വേണ്ട, അർജുനനോടും ഭീമനോടും പൊരുതി ജയിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ എന്ന്. However, on Shakuni's advice, Duryodhana invites Yudhishthira for a royal feast and cunningly introduces a game of dice and wins. എന്നാൽ ഒരു കാര്യം ചെയ്യാം, പാണ്ഡവന്മാരിൽ പ്രധാനിയായ യുധിഷ്ഠിരൻ ചൂതുകളിപ്രിയനാണ്. അദ്ദേഹത്തിനെ ഒരു രാജകീയ സൽക്കാരത്തിന് വിളിക്കാം, ഒപ്പം ചൂതുകളിയും നടത്താം. അങ്ങനെ ദുര്യോധനൻ ചൂതുകളിയിൽ ജയിക്കുന്നു, പാണ്ഡവർ പരാജയപ്പെടുന്നു. Pandavas lose everything, including their wealth and kingdom. പാണ്ഡവർക്ക് കിരീടവും രാജ്യവും എല്ലാം നഷ്ടപ്പെടുന്നു. They are sent into forest on a 14-year exile. അങ്ങനെ പാണ്ഡവർക്ക് 14 വർഷം വനവാസം. Curious to know about the life of Pandavas in exile, Duryodhana sends a messenger to go and report. പാണ്ഡവരുടെ ദുരിതപൂർണമായ കാട്ടിലെ ജീവിതത്തെ പറ്റി കേട്ട് സന്തോഷിക്കാൻ, ഒന്ന് പോയി നോക്കിയിട്ട് വരാൻ ഒരു ദൂതനെ കാട്ടിലേക്ക് അയക്കുന്നു നമ്മുടെ ദുര്യോധന മഹാരാജാവ്. The messenger returns and reports. അങ്ങനെ ദൂതൻ പോയി തിരികെ വന്ന് കാര്യം പറയുന്നു. Well, this is the context of Ghoshayatra. ഇതാണ് ഘോഷയാത്ര എന്ന കവിതയുടെ സന്ദർഭം. Well, this is the answer. Now, paragraph question number 2. Why, according to the messenger, are Pandavas untouched by the deceitful Kauravas? ദൂതന്റെ വിവരണം അനുസരിച്ച് കൗരവരുടെ ദുഷ്ടതയും കൗശലവും കൊണ്ട് പാണ്ഡവന്മാർക്ക് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. എന്താ കാരണം? Well, here is the answer. According to the messenger, Pandavas are untouched by the deceits of Kauravas because they are adorned with the blessings of the sages. So they are blessed for life. കാരണം പാണ്ഡവന്മാർക്ക് മുനിശ്രേഷ്ഠന്മാരുടെ അനുഗ്രഹമുണ്ട്. ആ അനുഗ്രഹം അവരുടെ ജീവിതത്തെ അനുഗ്രഹീതമാക്കി. Despair does not touch them. നിരാശ എന്ന ഒരു സംഭവമേ അവരുടെ ജീവിതത്തിലില്ല. They are living merrily and peacefully with the sages in the ദ്വൈതവനം. അതായത് മുനിമാരോടൊപ്പം ദ്വൈതവനത്തിൽ പാണ്ഡവർ നല്ല പത്രാസിൽ കഴിയുകയാണ്. No betrayal of Kauravas and Duryodhana has touched them. കൗരവരുടെയും ദുര്യോധനന്റെയും ചതി അവർക്ക് ഏശിയിട്ടേയില്ല. Pandavas are living happily at the feet of God, who, as per the Hindu belief, is Vishnu. പാണ്ഡവർക്ക് കൂട്ടിനായി വിഷ്ണു ഭഗവാനും അവരോടൊപ്പമുണ്ട്. God Vishnu is the enemy of hell and he helps those who are virtuous. അതായത്
നരകത്തിന്റെ ശത്രുവായ വിഷ്ണു ഭഗവാൻ നല്ലവരായ ആളുകളോടൊപ്പം എന്നും ഉണ്ടാകും. So even though the Pandavas are in exile in the forest, they are spending their days in joy and happiness. അങ്ങനെ നല്ലവരായ പാണ്ഡവർ കഴിയുന്നത് വനത്തിലാണെങ്കിലും അവരുടെ ജീവിതം സുഖവും സന്തോഷവും നിറഞ്ഞതാണ്. കാരണം അവരുടെ മനസ്സിന്റെ നന്മ. Well friends, this is the answer. Now take a look at the last paragraph question. Question number 3. What does Duryodhana ask the messenger to do and why? അതായത് പോയി എന്ത് ചെയ്യാനാണ് ദുര്യോധനൻ ദൂതനോട് പറയുന്നത്? അങ്ങനെ പറയാൻ എന്താ കാരണം? ഇതാണ് ചോദ്യം. The messenger returns from Dvaita Vanam and tells Duryodhana that Pandavas are happy there. പാണ്ഡവർക്ക് ദ്വൈതവനത്തിൽ നല്ല അടിപൊളി ജീവിതമാണെന്ന് ദൂതൻ വന്ന് ദുര്യോധനോട് പറയുന്നു. The deceits of Duryodhana have not touched them. എന്നിട്ട് ഒപ്പം ഇതുകൂടി പറയുന്നു, എന്ത്? ദുര്യോധനന്റെ കുടില തന്ത്രങ്ങൾ അവരെ ഏശിയിട്ടില്ലെന്ന്. This makes Duryodhana furious. ഇത് കേട്ടപ്പോൾ ദുര്യോധനൻ കലിതുള്ളി വിറച്ചു. He yells at the messenger that when he is sent for a job, he should restrict himself to that job. നീ പറഞ്ഞ പണി ചെയ്താൽ മതി കേട്ടോ എന്ന് ദുര്യോധനൻ തുള്ളി വിറച്ച് ദൂതനോട് പറഞ്ഞു. Duryodhana understands that the messenger is supporting Pandavas. ദൂതൻ പാണ്ഡവരോടൊപ്പമാണെന്ന് ദുര്യോധനൻ കരുതുന്നു. He is angry that the messenger eats his food but sides with his enemies, talks about the virtues of Pandavas and the vices of Duryodhana. തന്റെ ചോറ് തിന്നിട്ട് ശത്രുക്കളായ പാണ്ഡവന്മാരോട് പക്ഷം ചേരുന്നു, എന്നിട്ട് അവരുടെ അവദാനങ്ങൾ വാഴ്ത്തുന്നു, പോരാഞ്ഞിട്ട് ദുര്യോധനന്റെ കുറ്റവും പറയുന്നു. ഇത്രയുമായപ്പോൾ നമ്മുടെ ദുര്യോധനന് ബ്രേക്ക് കിട്ടിയില്ല. അവൻ കലിതുള്ളി വിറച്ചു. So Duryodhana angrily tells him to soon join the Kauravas and eat the berries and fruits of the forest. അങ്ങനെ അദ്ദേഹം ദൂതനോട് പറഞ്ഞു, പോടാ, പോയി അവന്മാരോടൊപ്പം കാട്ടിൽ കഴിഞ്ഞോ, അവിടുത്തെ കാച്ചിലും ചേമ്പും ചേനയൊക്കെ കഴിച്ചോണ്ട് അവിടെ തന്നെ അവന്മാരോടൊപ്പം കിടന്നാൽ മതി. Well friends, this is the answer and this is Kunchan Nambiar's Ghoshayathra. So thank you for watching this video. I'll see you soon with another video. Until then, bye bye.